കോമാട്ടുചാലിൽ അബ്ദുള്ള ലോകം നിയന്ത്രിക്കുന്നവനാണെങ്കിൽ അവനേക്കാൾ ലോകം നിയന്ത്രിക്കുന്ന ആളാവണ്ടേ അവന്റെ ഷെയ്ഖായ ത്വാഹ എന്ന് പറയുന്നയാൾ. അയാളുടെ മകൾക്ക് അസുഖം വന്നിട്ട് അതിനാളുകളോട് പിരിക്കുന്നതും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്യ സ്ത്രീകളുമായി അയിഞ്ഞാടുന്ന കോമാട്ടുചാലിൽ അബ്ദുള്ള എന്ന കുരുവട്ടൂരി ചേക്കുട്ടിപ്പാപ്പ ലോകം നിയന്ത്രിക്കുന്നയാളാണെന്ന് വിശ്വസിക്കാത്തവർ മുഴുവൻ വഹാബികളാണെന്നാണ് നൗഷാദ് വട്ടൂരി പറയുന്നത്. അപ്പപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവക്കാരനാണ് നൗഷാദ്. അവൻ പറയുന്നതെന്തോ അത് മുഴുവനും അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്നവരാണ് കുരുവട്ടൂരികൾ. ആദ്യകാലങ്ങളിൽ CM വലിയുല്ലാഹി ആയിരുന്നു ലോകം നിയന്ത്രിക്കുന്നത് എന്നായിരുന്നു വട്ടൂരികൾ പറഞ്ഞത്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും, മടവൂരാര പടച്ചോനാണോ. ഈ പാട്ട് അതിനു വേണ്ടിയാണ് അവരുണ്ടാക്കിയത്. CM വലിയുല്ലാഹി പടച്ചോനാണെന്നും ലോകം നിയന്ത്രിക്കുന്നയാളാണെന്നും പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത്ര ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ CM വലിയുല്ലാഹിയെ പതിയെ മാറ്റി നിർത്തുകയാണ്. ഇതുപോലെ തുടക്കകാലത്ത് AP സമസ്തയിലെ ആളുകളെ ആകർഷിപ്പിക്കാൻ വേണ്ടി കോമാട്ടുചാലിൽ അബ്ദുള്ള പറഞ്ഞിരുന്നത് EK സമസ്തയിൽ കഴിഞ്ഞുപോയവരും ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളവരും കാഫിറുകളാണ്, ഇരുഭാഗത്തുള്ള സുന്നികളും അത് മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല, AP സമസ്തയിലെ കുറെ ആളുകളെ ഇതുമൂലം കിട്ടുമെന്ന് മനസ്സിലാക്കിയ കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക് തെറ്റിപ്പോയി. ഒരു കുട്ടി പോലും അങ്ങോട്ട് അടുത്തില്ല എന്ന് മാത്രമല്ല, ഉള്ളവർ തന്നെ തിരിച്ചു പോരുന്ന അവസ്ഥയാണ് അവൻ കാണുന്നത്. അതോടുകൂടി അവൻ പ്ലേറ്റ് മാറ്റി കാഫിറുകളാണെന്ന് വിളിച്ചിരുന്ന ആളുകളുടെ ഫോട്ടോകൾ അവന്റെ വേദികളിൽ നിറയാൻ തുടങ്ങി. കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമ EK ഉസ്താദിന്റെയൊക്കെ ഫോട്ടോ പതിച്ചുകൊണ്ടായി പിന്നെ അവരുടെ പ്രഭാഷണം. ആദ്യം കാഫിറാണെന്ന് പറഞ്ഞ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും മുസ്ലിമീങ്ങളായി, പണ്ഡിതന്മാരായി. അവർ മാത്രമാണ് പണ്ഡിതന്മാർ, മറ്റുള്ളവരൊക്കെ വ്യാജന്മാരാണെന്ന് പറഞ്ഞു തുടങ്ങി. വർഷങ്ങളോളം അതുമായി നടന്നിട്ടും ആ ഭാഗത്തു നിന്ന് ഒരാളെപ്പോലും അവന്റെ കൂടെ ലഭിച്ചിട്ടില്ല. ഇതുകൊണ്ടും കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ കുരുവട്ടൂരികൾ ആദ്യം കണ്ണിയത്ത് ഉസ്താദിന്റെ ഫോട്ടോ ഒഴിവാക്കി. ഇപ്പോൾ അവസാന പരിപാടികളിൽ ശംസുൽ ഉലമയുടെ ഫോട്ടോ കാണാനുമില്ല. കുരുവട്ടൂരികൾക്ക് കുറച്ചാളെ കിട്ടണം, അതിനെന്താണ് വഴി എന്നാണ് അവർ അന്വേഷിച്ച് നടന്നത്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, നിങ്ങൾ വീഡിയോ കേട്ടു നോക്കുക. നമ്മുടെ ഈ കാലത്ത്, ഇതിന്റെ തൊട്ടടുത്ത കാലം വരെ മഹാനരായ ശൈഖുൽ മശായിഖ് ഖുത്ബുൽ ആലം ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറാ, ഇന്ന് ആരാണോ ഹയാത്തിലുള്ളത് അവർക്കാണ് അതിന്റെ ഡ്യൂട്ടി. അപ്പറഞ്ഞ തദ്ബീർ അതെവിടെയുമാകാം, കേരളത്തിൽ തന്നെ ആകണമെന്നില്ല, ലോകത്തിന്റെ ഏതു ഭാഗത്തുമാകാം. അള്ളാഹു കൊടുക്കുന്ന അധികാരമാണ്. അവരാണ് ഖലീഫത്തുല്ലാഹ്. 2-3 മാസങ്ങൾക്ക് മുമ്പ് വരെ പറഞ്ഞിരുന്നത് ഇപ്പോഴും ലോകം നിയന്ത്രിക്കുന്നത് CM വലിയുല്ലാഹിയാണെന്നാണ്. അതേ നൗഷാദ് തന്നെയാണ് മാറ്റി പറയുന്നത്. വഫാത്ത് വരെ മാത്രമാണ് CM വലിയുല്ലാഹിക്ക് ലോകത്തിന്റെ അധികാരമുള്ളത്. വഫാത്തായതോടുകൂടി CM വലിയുല്ലാഹിയിൽ നിന്ന് ഈ അധികാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇനിയുള്ള അധികാരം കോമാട്ടുചാലിൽ അബ്ദുള്ളക്കാണ്. അബ്ദുള്ളയാണ് ലോകം നിയന്ത്രിക്കുന്നത്. യഥാർത്ഥത്തിൽ CM വലിയുല്ലാഹിയുമായി യാതൊരു ബന്ധവും കോമാട്ടുചാലിൽ അബ്ദുള്ളക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവനിങ്ങനെ സ്ത്രീകളുമായി അയിഞ്ഞാടുമായിരുന്നില്ല. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കണ്ടല്ലോ സഹോദരങ്ങളെ, ഗാനമേളയാണ് നടക്കുന്നത്. കോമാട്ടുചാലിൽ അബ്ദുള്ളന്റെ തൊട്ടിപ്പുറത്തിരിക്കുന്നത് ഒരു സ്ത്രീയാണ്. ഇവനാണത്ര ലോകം നിയന്ത്രിക്കുന്നവൻ. ഇവനെ പോലത്ത അന്യ സ്ത്രീകളുടെ അടുത്തിരിക്കാൻ യാതൊരു ഉളുപ്പും മാനവുമില്ലാത്തവനെ ലോകം നിയന്ത്രിക്കുന്നവനാണെന്ന് പറയാൻ
കൂലിപ്രഭാഷകനായ നൗഷാദിനെ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുറത്തല്ലാതെ അവനുള്ളിൽ വിശ്വാസമൊന്നുമില്ല. ശമ്പളത്തിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രം. അതിനു വേണ്ടി അവൻ ന്യായീകരിക്കുന്നത് ഒന്ന് കേട്ടു നോക്കാം. അവിടെ എത്തിയാൽ പിന്നെ ആണ് പെണ്ണ് എന്ന തരം തിരിക്കലൊന്നുമില്ല. അവിടെ എല്ലാവർക്കും വരാം. ശൈഖ് അവർക്ക് ഇഷ്ടമുള്ളവരെ അടുത്തിരുത്തും. അതാണാകാം, പെണ്ണാകാം, അവർക്ക് ഇഷ്ടമുള്ളവരെ ഖിദ്മത്തിലാക്കും. അതൊക്കെ അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്. അവരെന്തുമാക്കും, അവരെ ശരീരത്തെ തന്നെ എന്തുമാക്കും. ആണിനെ പെണ്ണാക്കാനും പെണ്ണിനാണാക്കാനും കഴിയുന്നവരല്ലേ അവർ. എന്തിന്? ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ. നമ്മുടെ ഈ താഴ്ന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സമമാണ്. അവരെ കൂടെ റൂമിൽ ഒരു പെണ്ണ് വന്നാൽ, ഒരു പൂച്ച വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെ കണ്ടാൽ മതി. കേട്ടല്ലോ സഹോദരങ്ങളെ, മടിയിൽ ഒരു പെണ്ണിനെ കണ്ടാൽ അത് പൂച്ചക്കുട്ടിയാണെന്ന് നമ്മൾ വിശ്വസിച്ചോളണം. നമ്മൾ അവനെപ്പോലെ തന്നെ മന്ദബുദ്ധികളാകണമെന്നാണ് നൗഷാദ് പറയുന്നത്. അതിന് ഞങ്ങളെ തൽക്കാലം കിട്ടുകയില്ല എന്ന് നൗഷാദിനെ ഓർമ്മപ്പെടുത്തുകയാണ്. നൗഷാദ് മറ്റൊരു ന്യായീകരണം നടത്തുന്നത് അന്യ സ്ത്രീകൾ അവിടെ വന്നിരുന്നു എന്ന് കരുതിയിട്ട് ലോകമൊന്നും ഇടിഞ്ഞു വീഴില്ല. അവരങ്ങനെ വന്നിരുന്നാൽ ഞങ്ങൾക്ക് അവരോട് അങ്ങോട്ട് പോകാൻ പറയാനും കഴിയില്ല. കൂടെ കൊണ്ടുവന്നവളോട് എങ്ങനെയാണോ പോകാൻ വേണ്ടി പറയാൻ കഴിയുക? ഇനി കൂട്ടിക്കൊണ്ടുവന്നതല്ല എന്ന നൗഷാദിന്റെ ന്യായപ്രകാരം പറയട്ടെ, ആ സ്ത്രീയോട് മാറിയിരിക്കണം എന്ന് പറയാനല്ലേ പറ്റാത്തതുള്ളൂ. കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക് മാറിയിരിക്കുന്നതിന് യാതൊരു പ്രശ്നമില്ലല്ലോ. കോമാട്ടുചാലിൽ അബ്ദുള്ള നോക്കുന്നുണ്ടില്ലേ, ഇടം കണ്ടിട്ട്? അങ്ങനെ നോക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാ മാറിയിരിക്കാത്തല്ലേ. തൊട്ടപ്പുറത്ത് ആണാണോ പെണ്ണാണോ തിരിയാത്ത ഒരു സാധനം കറങ്ങുന്നുണ്ട്. ലോകം നിയന്ത്രിക്കുന്ന റഡാർ ആയിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ കുരുവട്ടൂരി മുരീദന്മാരുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക് പൗഡർ ഇട്ട് കൊടുക്കാനും മസാജ് ചെയ്തു കൊടുക്കാനും കുളിപ്പിച്ചു കൊടുക്കാനും ഡ്രസ്സ് ധരിപ്പിച്ചു കൊടുക്കാനും ഒക്കെ യുവതികളെ തെരഞ്ഞു നടക്കുകയാണ് മുരീദന്മാര്. അതൊന്ന് കേട്ടു നോക്കുക. ഇരുത്തീനി മാത്രല്ലടോ, പെണ്ണുങ്ങൾ ഷെയ്ഖുനാക്ക് നല്ലോണം ഹിദമകൾ എടുത്തു കൊടുത്തീനി. ഷെയ്ഖുനാനെ പറ്റി പഠിക്കേ. 3-4 യുവതികളേനിടോ അന്യ സ്ത്രീകൾ നിങ്ങൾ പറയുന്ന ആൾക്കാര്, മനസ്സിലായോ? നഫീസമാരും ആയിഷമാരും എന്തിനെ പൗഡർ ഇട്ട് കൊടുക്കാനും ഉയ്യാനും കുളിപ്പിക്കാനും. എന്നിട്ടെന്താ പാപ്പാക്ക് അത് പിന്നെ പെണ്ണായിട്ടാ തോന്നി? അന്നെപ്പോലെ വൃത്തികെട്ട മനസ്സാ പാപ്പാന്റെ മനസ്സ്. ഉള്ളിപ്പുണ്ടല്ലോ. എടോ ഇജെന്താ പറയണേ? വഹാബി, കടുത്ത വഹാബി, വെള്ളിയും കെട്ടി നടക്കുന്ന ആളുകളെ പേപ്പിക്കാൻ. ഇങ്ങനെ അയിലാളുന്ന മസാജ് ചെയ്യാനും പൗഡർ ഇടാനും സ്ത്രീകളെ തപ്പി നടക്കുന്ന ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള ലോകം നിയന്ത്രിക്കുന്ന ആളാണെന്ന് വിശ്വസിക്കാത്തവർ വഹാബികളാണെന്നാണ് നൗഷാദ് പറയുന്നത്. അതുകൂടി നമുക്ക് കേൾക്കാം. എന്നിട്ട് ചോദിക്കുക, നിങ്ങളുടെ ഔലിയാക്കന്മാരല്ലേ ലോകം തദ്ബീർ ചെയ്യുന്നത്? എന്താ പിന്നെ പൂട്ടിയത്? സാക്ഷാൽ വഹാബി, സാക്ഷാൽ നിരീശ്വരവാദി. നൗഷാദെ, നിനക്ക് തന്നെ അറിയാം കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക് ലോകം നിയന്ത്രിക്കാനൊന്നും കഴിയില്ല എന്ന്. നിന്നെപ്പോലെ തന്നെ പലരോടും പണം കടമായി വാങ്ങിയിട്ട് പറ്റിച്ച് നടക്കുന്നവനാണ് ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള. വിസ തട്ടിപ്പ് നടത്തിയവനാണ് ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള. വേറെ പലതും പറഞ്ഞുകൊണ്ട് പലരോടും ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയവനാണ് ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള. ത്വാഹ എന്ന് പറയുന്ന ഒരു ഷെയ്ഖിവനുണ്ടെന്നും ആ ഷെയ്ഖിന്റെ മകൾക്ക് വലിയ രോഗമാണെന്നും ആ രോഗത്തിന് വേണ്ടി ചികിത്സിക്കാൻ ലക്ഷക്കണക്കിന് രൂപ വേണമെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്ത് ആ പണം എവിടെയാണെന്ന് നിനക്ക് പോലും ഇപ്പോഴും അറിയില്ല. അങ്ങനെ തട്ടിപ്പ് നടത്തിയവനാണ് ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള. കോമാട്ടുചാലിൽ അബ്ദുള്ള ലോകം നിയന്ത്രിക്കുന്നവനാണെങ്കിൽ അവനേക്കാൾ ലോകം നിയന്ത്രിക്കുന്ന ആളാവണ്ടേ അവന്റെ ഷെയ്ഖായ ത്വാഹ എന്ന് പറയുന്നയാൾ. അയാളുടെ മകൾക്ക് അസുഖം വന്നിട്ട് നിങ്ങൾ നിയന്ത്രിക്കുന്ന ഈ രണ്ടാളും നിയന്ത്രിക്കുന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും ഓപ്പറേഷൻ ചെയ്യുന്നതും അതിന് പണം ചെലവാക്കുന്നതും അതിനാളുകളോട് പിരിക്കുന്നതും എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇങ്ങനെയുള്ള കോമാട്ടുചാലിൽ അബ്ദുള്ള ലോകം നിയന്ത്രിക്കുന്നവനാണെന്ന് വിശ്വസിക്കാത്തവർ വഹാബികളാണെങ്കിൽ വഹാബിയാകുന്നതിന് വിരോധമില്ല. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.